Good morning. I'm so happy to see some of you, so many of you here. ഇന്ന് രാവിലെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലിരിക്കുവാനും ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഉള്ളൊരു സമയമാണ്. പ്രത്യേകമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം. പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഡോക്ടർ ജോൺ എസ് കുര്യനോട് ചോദിക്കും, ഇതല്ലേ പറഞ്ഞത്, ഇതല്ലല്ലോ ചെയ്യുന്നത്. താങ്ക് യു സർ. അതുകൊണ്ട് നിങ്ങളോട് what I want to share with you is that what I am hoping to share with you, you must ask yourself, because I am asking myself, even as I prepared, I asked myself all these questions. നമ്മുടെ മിക്കവാറും മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് പള്ളികളിൽ കയറുന്ന സ്ഥലത്ത്, പഴയ പള്ളികളിലെല്ലാം കയറുന്നിടത്ത് there will be ഒരു മുദ്രാവാക്യം കാണും. there will be a motto that will be written either at the entrance of the church or മധുബഹായിൽ സാധാരണ എഴുതാറുണ്ട്. സോ കേരളത്തിലെ ഒരു പള്ളിയുടെ എൻട്രൻസിൽ the motto that was written as you enter was we preach Christ crucified. We preach Christ crucified എന്നായിരുന്നു എഴുതിയത്. അത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. All of us speak this word a lot. We preach Christ crucified. അപ്പം നല്ല ഭംഗിയായിട്ടിങ്ങനെ ആർച്ചിൽ എൻട്രൻസിലുണ്ടായിരുന്നു. there were some people who were very environmentally conscious and ചെടികളൊക്കെ ഒരുപാട് വളർത്തുന്ന, നമ്മുടെ കൂട്ടർ വളർത്തുന്ന ഒരു ചേർച്ചായിരുന്നു. അതുകൊണ്ട് ചെടികൾ വളരാൻ തുടങ്ങി. വളർന്നു നല്ല ക്രീപ്പേഴ്സൊക്കെ. ഡോക്ടർ അംബുജം has got she gave me a beautiful മണി പ്ലാന്റ് പോലെ, പക്ഷേ അതിനകത്തെല്ലാം ഹോൾസ് ആയിരുന്നു. സപ്പോസ് ടു വെരി എക്സ്പെൻസീവ്. ഷീ ഗേവ് മീ വൺ പ്ലാന്റ്. അതുപോലെ വളർന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സം ഓഫ് വാട്ട് വാസ് റിട്ടൻ ഗോട്ട് കവേർഡ്. അതങ്ങ് മാഞ്ഞു പോയില്ല, അത് മൂടിപ്പോയി. സോ ആ ക്രൂസിഫൈഡ് എന്നുള്ള വാക്കങ്ങ് മൂടിപ്പോയി. അപ്പോഴെല്ലാവരും when they come to church on Sunday morning വായിക്കുന്നത് we preach Christ. വലിയ തെറ്റില്ല, we preach ക്രൂസിഫൈഡ് മറന്നേ ഉള്ളൂ, we preach Christ. അപ്പോൾ ആ സമയത്ത് ചേർച്ചിൻ്റെ ആറ്റിറ്റ്യൂഡ്സും അതുപോലെ മാറിയെന്ന് കണ്ടു. ക്രൂസിഫൈഡ് വേണ്ട, പ്രോസ്പെറിറ്റി ഗോസ്പൽ നമുക്ക് മതി, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം മതി. കർത്താവ് അങ്ങനെയല്ലേ നമ്മളോട് എന്ത് വേണമെന്ന് ചോദിച്ചു, ഐ ക്യാൻ ഗിവ് ഇറ്റ് യു എന്നൊക്കെ പറഞ്ഞു. അത് മാത്രം ആ വാക്യങ്ങൾ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വായിക്കുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 13 and 14. whatever you ask I will give. അതങ്ങ് മുറുകെ പിടിച്ചോണ്ട്, ഇപ്പോഴും അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. So we preach Christ. Not bad, അല്ലേ? കുറച്ചുകൂടെ വർഷങ്ങൾ, some more years went by and these beautiful money plants, ഡോക്ടർ അൻബുജൻ തന്ന പോലത്തെയുള്ള പ്ലാന്റ്സ് വളരാൻ തുടങ്ങി. കൂടുതൽ വളർന്നിട്ട് ആ ക്രൈസ്റ്റ് എന്നുള്ള ഭാഗം കൂടെ അങ്ങ് മൂടിപ്പോയി. So all it said was we preach. ഞാൻ പലപ്പോഴും ഓർക്കും, ആ പള്ളിയുടെ സ്ഥിതിയും അങ്ങനെ ആയായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാസംഗികരുണ്ടായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പൊളിറ്റിക്കലി ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരെ സഹായിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ക്രൈസ്റ്റിനെ മറന്നുപോയി. പെർട്ടിക്കുലർലി ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് വാസ് ഫൊർഗോട്ടൻ. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഐ കീപ് ആസ്കിങ് മൈ സെൽഫ് ദിസ്, am I preaching only, not preaching Christ, not preaching crucified Christ? Now ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി, make you understand this, I'll show you 3 stories from people who were very close to Christ. Okay? And I want you to understand that even when this morning, I'm sure all of you have prayed, I'm sure all of you have read the word, and you feel that Christ is in me, അങ്ങനെയുള്ള ചിലരുടെ പറ്റി ഒരു 3 കഥകൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കഥകൾ I'll just show it to you. St. Mark's Gospel chapter 4 and verse 38 is a story that you all know very well. St. Mark's Gospel chapter 4 and verse 38. What had happened was, ഒരുപാട് പേർക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശുക്രിസ്തു. Christ was preaching, huge crowds. Maybe he wanted a little rest.
Maybe he wanted to go away quietly, so he got into a boat. Now, അത് വായിക്കുന്ന സമയത്ത് you also read that there were other boats as well trying to catch up. അപ്പോൾ ഈ ബോട്ടിൽ കർത്താവ് കുറച്ച് വിശ്രമം എടുക്കുക. So there is a kalona pillow and he is lying down and he is sleeping. Okay, and there are all his disciples in the boat. Suddenly there is a big storm. ഭയങ്കരമായിട്ടൊരു കോളുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കൊടുങ്കാറ്റുണ്ടാകുന്നു. And the boat was going this way. If you see Jesus movies, you will see, that was a നല്ലൊരു പടമാണ് പിള്ളേരെയൊക്കെ കാണിക്കാനായിട്ട്. The boat is going one way or the other. There's a chance that they will all drown. വളരെ ഇവിടെ മുമ്പിൽ സ്ഥലമുണ്ട്. Come. There are many people waiting outside. So what happened was this front row സ്ഥലമാണ്. So what happened was, can you imagine? അങ്ങോട്ടും ഇങ്ങോട്ടും this boat is shaking and it's about, and here is one man happily വളരെ സമാധാനമായിട്ട് ഉറങ്ങുക അല്ലേ. Now I want all of you to listen to what I am going to tell you. Many of you may not have even noticed it. Okay, if that boat sinks, everybody sinks, no? Including Jesus. And remember, they are very close to Jesus. They have left everything to follow Jesus. Ennittum, you know what they went and asked him? Don't you care that we drown? Go back and read your Bible. Don't you care that we drown? Manslayo, do you understand that? All the sisters of compassion, did you understand what I am reading? Don't you care that we drown? I want you to understand, and it's true, you have to accept it. For all of us, I is very important. I. So the reason why I looked at the mirror and combed my few strands of hair and all today is to ask myself, how do I look? When Minnie Sarah Thomas sees me, what is the impression she'll have of me? And the mudiyokka nokkunala. So it's all about I, me. And today all this has happened in a big way because there is the I culture everywhere. There is the iPad and there is the iPhone and there is everything is I. And we are celebrating the I. ഇന്നലെ 2 ദിവസം കൊണ്ട് we defeated England in the Motera Narendra Modi Stadium. Within 2 days, 5-day match. So at the end of it, at the interview, when you talk to the Akshar Patel he's from Ahmedabad. He was the man of the match. So they asked him, how did you do this? Self-belief. I was taught by my coach. Look at your strengths. Do what you think is right. Do what you think is best. Therefore, I played on merit. Therefore, I tried to trick the batsman. Therefore, it is all about I. Okay? We have to accept this. So today, throughout the day, whatever you do, just ask yourself the number of times the I took over the we. Ask yourself. So these disciples who are so close to Jesus is asking, don't you worry about me? I'm going to die now. Wake up. You're sleeping comfortably. What? Don't you care about me, about us? Okay? The second story and the third story you know very well. St. Matthew's Gospel, chapter 26, verses 36 to 40. You must remember that Jesus in the Garden of Gethsemane has taken 3 of his favorite disciples, people he loves very much, and to say, I'm very upset now. My end is coming. Please stay awake and pray with me. Okay? He wouldn't have said that if he didn't feel that close to them. അവരോട് വളരെ അടുപ്പം തോന്നിയതുകൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത്. So Jesus takes the 3 people he wanted to be with him, to hold his hand, to just be his support. You know what they did? All 3 of them went to sleep. Certainly the 3 of them were closer to him than we are.
and still they went to sleep. That's my second story. And the third story, again, you know it extremely well. St. Matthew's Gospel, chapter 26 and verse 72. 3 times his favorite disciple, on whom he was going to build the church, said, I don't know him. Please don't think that I know. I do not know this man. I do not know this man. So what I'm trying to tell you is, throughout today, several times you will do this. അതിന് വലിയ സിറ്റുവേഷൻസ് ഒന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അല്ലാതെ ഞാനല്ല കേട്ടോ, അയാളാണ്. ഇറ്റ് വിൽ ബി ഓൾ ദാറ്റ് ഐ ഡു ഇസ് റൈറ്റ്. Everything that I do is right, has to be right. Only then I can sleep peacefully. But that is not the gospel that we are taught, because we preach Christ crucified. So 1 Corinthians chapter 1 and 23 we read, we preach Christ crucified because what people thought was wise, what you and I think is wise, was foolish in the eyes of God, in the eyes of Jesus. So the wisdom of God is about righteousness, redemption and holiness. There's a beautiful book written by a man called William Golding. His name is, and the name of the book is The Spire, S-P-I-R-E. അപ്പോൾ നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ഈ ചാപ്പൽ അജിത് കുരുവിള ഉണ്ടാക്കിയ സമയത്ത് ജസ്റ്റ് തിങ്ക് ഓഫ് ഒരു ഡീൻ, ജോസ്ലിൻ ഡീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. So his desire was to build the best cathedral in the world, and which he did over a period. So the whole book is about that. All the difficulties he had, the problems that he had, how he got everybody together to build this most beautiful cathedral with a nalla oru spire. That means the top part of it is called the spire. So the story ends with them completing that spire. And the last bit of it is where Dean Jocelyn goes with all these people who troubled him and gave him a lot of difficulties. But finally they have succeeded. They go to the top of the spire, and what they see all around is people coming from different parts, creating new paths to come and see the most beautiful cathedral in the world. But I wrote a story beyond that. That story was that I was looking at 100 years later. The cathedral is no longer the biggest or the best building in the world. There are so many beautiful buildings all around. So this cathedral is not that good at that time. But in my story, what happened was, from the time Dean Jocelyn built this cathedral, he also built a community of people who loved each other and the people all around. So what happened to us, കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് 100 വർഷം കഴിഞ്ഞപ്പോഴും കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അന്യോന്യം സ്നേഹിച്ച് കരുതി ജീവിക്കുന്ന ഒരു കൂട്ടമാണ്. So 100 years later, people were not coming to see the cathedral. They were coming to see the people who were part of the cathedral. And this is my dream for believers. All these beautiful stone buildings and all that won't last. All the wonderful things that we talk about will not last. What will last is a community of people who love and care for each other. Hospital ennulla vaakku you must Google and see where it comes from. It comes from the word hospitality and the Latin noun hospice, which is about a guest, which is about a visitor. And that is where adinana hospice, hospitality ella vanirukku. And the word patient comes from the word patior, which means suffer. So you and I are in a hospital, which means we are in this hospice, H-O-S-P-E-S, to look after the patient. That means the patient in the original word is suffering. So we are a community of people positioned here by God to look after the suffering people, focused on healing the patient. That's why we said bringing hope and healing with the love of Christ. So every action, every attitude, everything, Jesse, in the medicine OPD, everything is about the
patient. Kavita, whenever you do anything with HR, it is all about the people and the patient. So any thought that comes which is different is not from God. So remember, it's a special privilege that God has given us to be here together as a community of people, serving people, mainly serving patients. And therefore, the verse that got covered up in that church, those plants, we have to get it down and say, we preach Christ crucified. Because when we preach Christ crucified, it is about giving ourselves completely to Him, where there is less of I and more of you, more of Jesus, more of God, more of, so everything gets taken away. So today ask yourself, throughout the day, വീട്ടിൽ പോകുന്ന വരെ അത് കഴിഞ്ഞിട്ടും എത്ര പ്രാവശ്യം I becomes more important, and therefore it becomes we preaching but not Christ crucified. May God bless you.